നമ്മളെല്ലാവരും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഓഡിയോ റെക്കോർഡിംഗ് നടത്താറുണ്ട്. പാട്ടുപാടുന്നതിന് വേണ്ടിയും പ്രസംഗം റെക്കോർഡ് ചെയ്യുവാൻ വേണ്ടിയും വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ ഓഡിയോ റെക്കോർഡിംഗ് നടത്താറുണ്ട്. ഇങ്ങനെ ഓഡിയോ റെക്കോർഡിംഗ് നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ആവശ്യമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ, പശ്ചാത്തല അപശബ്ദങ്ങൾ നമ്മുടെ റെക്കോർഡിംഗ് ഓഡിയോയുടെ കൂടെ കൂടിക്കലരുന്നത്. ഫാൻ കറങ്ങുന്നതും അതുപോലുള്ള മറ്റു പല ശബ്ദങ്ങളും നമ്മുടെ ഓഡിയോയുടെ കൂടെ കൂടിക്കലരുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഈ ഒരു പ്രശ്നം എങ്ങനെ വളരെ ഈസിയായി പരിഹരിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. പശ്ചാത്തലത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത നോയ്സുകളൊക്കെ റിമൂവ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. ഒഡാസിറ്റി ഒരു സൗണ്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. ഇത് ഫ്രീ സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന വിൻഡോ ആണ് ഇത്. ഈ വിൻഡോയിൽ മുകളിലായി ഒഡാസിറ്റിയുടെ മെനു ബാറും താഴെയായി റെക്കോർഡ് ചെയ്യാനും പ്ലേ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനൊക്കെയുള്ള ബട്ടൺസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യാനുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ച ഒരു ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊരു ഓഡിയോ ക്ലിപ്പാണ്. ഒഡാസിറ്റിയിൽ ഒരു ഓഡിയോ ക്ലിപ്പ് ഈ രൂപത്തിലാണ് പ്രദർശിപ്പിക്കുക. ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഡിജിറ്റലായി ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടാകും. ഈ ക്ലിപ്പിന്റെ പല ഭാഗത്തും നോയ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് നോക്കാം. ഈ കേൾക്കുന്ന നോയ്സ് നമുക്ക് ഈ ക്ലിപ്പിൽ ആവശ്യമില്ലാത്തതാണ്. അത് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി എവിടെയാണോ നമുക്ക് ആവശ്യമില്ലാത്ത നോയ്സ് ഉള്ളത് ആ നോയ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്യുക. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഈ ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഒഡാസിറ്റിയുടെ മെനു ബാറിൽ നിന്ന് എഫക്റ്റ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലിസ്റ്റിൽ നിന്ന് നോയ്സ് റിഡക്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. നോയ്സ് റിഡക്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന നോയ്സ് റിഡക്ഷൻ മെനുവിൽ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൽക്കാലം സ്റ്റെപ്പ് 2 നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. സ്റ്റെപ്പ് 1ൽ കാണുന്ന ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത നോയ്സ് ഏതാണെന്ന് നമുക്ക് ഒഡാസിറ്റിക്ക് നമ്മൾ വ്യക്തമാക്കി കൊടുത്തു. ഇനി ഈ ആവശ്യമില്ലാത്ത നോയ്സ് ഈ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് മുഴുവനായിട്ട് നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ഓഡിയോ ക്ലിപ്പ് മുഴുവനായിട്ടും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഓഡിയോ ക്ലിപ്പ് മുഴുവനായിട്ട് സെലക്ട് ചെയ്യാൻ കീബോർഡിൽ Ctrl+A പ്രസ് ചെയ്തോ അല്ലെങ്കിൽ മെനു ബാറിൽ നിന്ന് സെലക്ട് മെനു എടുത്ത് ഓൾ ക്ലിക്ക് ചെയ്തോ നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പിനെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓഡിയോ ക്ലിപ്പ് മുഴുവനായിട്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഒരിക്കൽ കൂടി മെനു ബാറിൽ നിന്ന് എഫക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുന്ന ലിസ്റ്റിൽ നിന്ന് നോയ്സ് റിഡക്ഷൻ ക്ലിക്ക് ചെയ്ത് നോയ്സ് റിഡക്ഷന്റെ ലിസ്റ്റിൽ നിന്ന് ഓക്കെ മാത്രം കൊടുക്കുക. മറ്റൊന്നും തൽക്കാലം ചെയ്യേണ്ടതില്ല. ഓക്കെ മാത്രം കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ നോയ്സ് അടങ്ങിയ ഭാഗങ്ങളൊക്കെയും സ്ട്രൈറ്റ് ലൈനായി കാണുന്നു. ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഡിജിറ്റലായി ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വളരെയധികം വ്യത്യാസമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഓഡിയോയും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഓഡിയോയും കേൾക്കുമ്പോഴുള്ള വ്യക്തത.